എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം PSC പ്രിലിംസില് നാച്ചുറൽ സയൻസ് എന്ന കാറ്റഗറിയില് കുറെ ടോപ്പിക് PSC കൊടുത്തിട്ടുണ്ട്. ബയോളജി വരുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തതാരോഗങ്ങളും. എന്താണ് ജീവകങ്ങളും അപര്യാപ്തതാരോഗങ്ങളും? ജീവകങ്ങളും അപര്യാപ്തതാരോഗങ്ങളും, അപര്യാപ്തത രോഗങ്ങളും. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, അല്ലെങ്കിൽ വൈറ്റമിൻസ് ആൻഡ് ദെയർ ഡെഫിഷ്യൻസീസ്. ഈ 10th ലെവലായാലും +2 ലെവലായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് PSC പരീക്ഷയ്ക്ക്. ഏതൊരു PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഒരു ചോദ്യം എന്തായിരിക്കും? ജീവകങ്ങളെ കുറിച്ചായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ഇന്നത്തെ ക്ലാസ് ജീവകങ്ങളെയും അതുമൂലം ഉണ്ടാവുന്ന അപര്യാപ്തത രോഗങ്ങളെയും കുറിച്ചാണ്. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ഓക്കെ, ആരാണ് ജീവകങ്ങൾ കണ്ടെത്തിയത്? ഓക്കെ, ജീവകങ്ങൾ കണ്ടെത്തിയ ആളുടെ പേരെന്താണ്? ജീവകങ്ങൾ കണ്ടെത്തിയ ആളുടെ പേരാണ് ഫ്രെഡറിക് ഹോപ്കിൻസ്. ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് ജീവകങ്ങൾ കണ്ടെത്തുന്നത്. ജീവകങ്ങൾ കണ്ടെത്തിയ ആളുടെ പേരെന്താണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് എന്നാണ്. ഫ്രെഡറിക് ഹോപ്കിൻസ്. ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഓക്കെ, ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ജീവകങ്ങൾ കണ്ടെത്തിയ ആളുടെ പേരാണ് ഫ്രെഡറിക് ഹോപ്കിൻസ്. പക്ഷെ ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആരാണ് പേര് നൽകിയതെന്നാണ്. ജീവകങ്ങൾക്ക് ആരാണ് പേര് നൽകിയതെന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു നോക്കുക. കാസിമർ ഫങ്ക് പേര് നൽകി, പക്ഷെ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. പേര് നൽകിയ വർഷം ചോദിച്ചിട്ടുണ്ട്. പേര് നൽകിയ വർഷം PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ് വർഷം? 1912 ആണ്. പേര് നൽകിയ വർഷം ഏതാണ്? 1912 ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജീവകങ്ങളെ സംബന്ധിച്ച് വേറൊരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട്. ആ ചോദ്യം ഇതാണ്: കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? എന്താണ് ചോദ്യം? കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നത് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ടോപ്പിക് ആണ്. എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജീവകങ്ങളെ സംബന്ധിച്ചുള്ളത്. ഓക്കെ, ആരാണ് ജീവകങ്ങൾ കണ്ടെത്തിയതെന്ന് പറഞ്ഞു. ആരാണ് ജീവകങ്ങൾ കണ്ടെത്തിയത്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് കണ്ടെത്തിയത്. ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ അതിനാരാണ് പേര് നൽകിയത് എന്ന് പറഞ്ഞു. ആരാണ് പേര് നൽകിയത്? കാസിമർ ഫങ്ക് ആണ് പേര് നൽകിയത്. അതുപോലെ തന്നെ ഏത് വർഷമാണ് പേര് നൽകിയത് എന്ന് പറഞ്ഞു. 1912 പേര് നൽകുന്നത്. അതുപോലെ പറഞ്ഞത് എന്താണ്? ജീവകങ്ങൾ അറിയപ്പെടുന്ന വേറൊരു പേരാണ് കോ എൻസൈം. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആരാണ്? ജീവകങ്ങളാണ്. ഓക്കെ ആണല്ലോ. 2 തരത്തിലുള്ള ജീവകങ്ങളാണ് പ്രധാനമായും ഉള്ളത്. 2 തരത്തിൽ ജീവകങ്ങൾ 2 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. അതുപോലെ തന്നെ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്ന് പറയും. ഓക്കെ, എന്താണ്? ഒന്ന് വാട്ടർ സൊല്യൂബിൾ, വാട്ടർ സൊല്യൂബിൾ, വാട്ടർ സൊല്യൂബിൾ. പിന്നെ എന്താണ്? ഫാറ്റ് സൊല്യൂബിൾ. വാട്ടർ സൊല്യൂബിൾ, ഫാറ്റ് സൊല്യൂബിൾ. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസും ഉണ്ട്. വാട്ടർ സൊല്യൂബിളും ഉണ്ട്, ഫാറ്റ് സൊല്യൂബിളും ഉണ്ട്. വാട്ടർ സൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ, അതുപോലെ ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്, ഏതൊക്കെയാണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്? ഇതാണ് PSC സാധാരണ ചോദിക്കുന്ന ചോദ്യം. ഇതിലേതാണ് അല്ലെങ്കിൽ ഇവയിലേതാണ് വാട്ടർ സൊല്യൂബിൾ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ? അല്ലെങ്കിൽ ചോദിക്കും ഇവയിലേതാണ് ജലത്തിൽ ലയിക്കാത്ത ജീവകം? ഇവയിലേതാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകം? അല്ലെങ്കിൽ ചോദിക്കും ഇവയിലേതാണ് ജലത്തിൽ ലയിക്കാത്ത ജീവകം? രണ്ട് ചോദ്യം വരാം. അതുപോലെ തന്നെ ചോദിക്കും
ഇവയിൽ ഏതാണ് ഫാറ്റിൽ അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം, അല്ലെങ്കിൽ ചോദിക്കും ഇവയിൽ ഏതാണ് കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം. അപ്പോൾ ഏതൊക്കെയാണ് ജീവകങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓരോ ജീവകങ്ങൾക്കും രാസനാമങ്ങളുണ്ട്, അതും പഠിക്കണം. ആദ്യം നമ്മൾ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ് നോക്കുന്നത്. ഏതൊക്കെയാണ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ്? ഓക്കെ, വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ്, നമുക്കറിയാം ബി കോംപ്ലക്സ് ജീവകങ്ങൾ, ബി കോംപ്ലക്സ്. പിന്നെന്താണ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ബി കോംപ്ലക്സ് എന്താണ്? വാട്ടർ സോല്യൂബിൾ ആണ്. വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ് ബി കോംപ്ലക്സും വൈറ്റമിൻ സി. അതുപോലെ തന്നെ ഫാറ്റ് സോല്യൂബിൾ ഏതാണ്? നമുക്ക് ഫാറ്റ് എന്ന് എഴുതാം. ഫാറ്റ് സോല്യൂബിൾ ഏതാണ്? കേട. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പല കോഡുകളുണ്ട്. അതിൽ എളുപ്പമുള്ള ഒരു കോഡാണ് ഫാറ്റ് കേട. നമ്മുടെ ശരീരത്തിൽ എന്താണ്? ഫാറ്റ് കേടാണ്, കൊഴുപ്പ് കേടാണ്. അപ്പൊ കൊഴുപ്പ് കേടാന്ന് പഠിച്ചാൽ എന്തായി? കൊഴുപ്പ് കേട എന്ന് പറഞ്ഞാൽ എന്തായി? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളായി. വൈറ്റമിൻ കെ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. ഓക്കെ, അതാണ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. മൊത്തത്തിൽ എന്ത് പറയും? കേട എന്ന് പറയും. ഫാറ്റ് കേട. ഓക്കെ, ഫാറ്റ് കേട. അപ്പൊ വാട്ടർ സോല്യൂബിൾ ആയി, ഫാറ്റ് സോല്യൂബിൾ ആയി. അപ്പോൾ ഇതുപോലെ ഇതിൽ എന്താണ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ എഴുതാം. ഏതാണ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ എന്ന് ചോദിച്ചാലും എഴുതാം. വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ എഴുതാം. വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാലും ഇത് ഓർത്തു വെച്ചാൽ എഴുതാൻ പറ്റും. വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ് ബി കോംപ്ലക്സും വൈറ്റമിൻ സി. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ് എന്താണ്? കേട, ഫാറ്റ് കേട. ഫാറ്റ് കേട വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. ഓക്കെ, ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻസിനെ കുറിച്ചും അതിന്റെ രാസനാമങ്ങളെ കുറിച്ചുമാണ്, അല്ലെങ്കിൽ കെമിക്കൽ നെയിംസിനെ കുറിച്ചുമാണ്. PSC പരീക്ഷകളിൽ സാധാരണ ചോദിക്കാറുണ്ട് വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്, അല്ലെങ്കിൽ കാൽസിഫെറോൾ എന്താണ്, അതുപോലെ തയാമിൻ എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തറിയണം? രാസനാമങ്ങൾ അറിയണം. അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. കെമിക്കൽ നെയിംസ് അല്ലെങ്കിൽ രാസനാമങ്ങൾ, കെമിക്കൽ നെയിംസ്. ഓക്കെ, കെമിക്കൽ നെയിംസ്. ആദ്യം പറയാൻ പോകുന്നത് ഫാറ്റ് സോല്യൂബിൾ ആണ്. ഫാറ്റ് സോല്യൂബിളിൽ ആദ്യം പറയുന്നത് എന്താണ്? ഫാറ്റ് സോല്യൂബിൾ ആദ്യം ഏതാണ് പറയാ? വൈറ്റമിൻ കെ, ഫില്ലോക്വിനോൺ ആണ്. ഫില്ലോക്വിനോൺ. ഓക്കെ, വൈറ്റമിൻ ഇ എന്താണ്? ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ എന്താണ്? ടോക്കോഫെറോൾ ആണ്. വൈറ്റമിൻ ഡി എന്താണ്? കാൽസിഫെറോൾ ആണ്. കാൽസിഫെറോൾ. വൈറ്റമിൻ എ എന്താണ്? റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എ എന്താണ്? റെറ്റിനോൾ ആണ്. ഇതെന്തായി? ഇപ്പൊ എന്തായി? ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് മുഴുവനായി. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. വൈറ്റമിൻ കെയുടെ രാസനാമം എന്താണ്? ഫില്ലോക്വിനോൺ എന്നാണ്. വൈറ്റമിൻ ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. ഓക്കെ, ഇതെന്താണ്? ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അടുത്ത് നമ്മൾ പറയുന്നതാണ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിൽ ആദ്യം വരുന്നത് ബി കോംപ്ലക്സ് ആണ്. ബി കോംപ്ലക്സിൽ ആദ്യം വരുന്നത് എന്താണ്? B1. വൈറ്റമിൻ B1 എന്താണ്? തയാമിൻ. ശ്രദ്ധിച്ചിരിക്കണം, മാറിപ്പോകാൻ പാടില്ല. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ. ഓക്കെ, B3 നിയാസിൻ ആണ്. B3 എന്താണ്? നിയാസിൻ ആണ്, അല്ലെങ്കിൽ പറയും നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയും. അതുപോലെ B5 എന്താണ്? പാൻഡോതെനിക് ആസിഡ് ആണ്. പാൻഡോതെനിക് ആസിഡ്. B6 എന്താണ്? പീരിഡോക്സിൻ ആണ്. B6 എന്താണ്? പീരിഡോക്സിൻ. B7 എന്താണ്? B7 ബയോട്ടിൻ ആണ്. B9 എന്താണ്? B9 ഫോളിക് ആസിഡ് ആണ്.
B12 ആണ് അടുത്തത്. B12 സയാനോ കൊബാലമീൻ ആണ്. സയാനോ കൊബാലമീൻ. സയാനോ കൊബാലമീൻ ആണ്. അടുത്തത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി എന്താണ് നമുക്കറിയാം, അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് ആണ്. ഇപ്പോഴെന്തായി എല്ലാത്തിന്റെയും കെമിക്കൽ നെയിം കിട്ടിയില്ലേ? ഒന്നും കൂടി പറയാം. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്. അല്ലെങ്കിൽ പറയാം കേഡ എന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. അല്ലെങ്കിൽ എ ഡി കെ എന്ന് പറയും, ഒന്നെങ്കിൽ എന്ത് പറയും, കേഡ എന്ന് പറയും. വൈറ്റമിൻ കെ എന്താണ്? ഫില്ലോക്വിനോൺ ആണ്. കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ്. വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. അതുപോലെ തന്നെ ബി കോംപ്ലക്സ് എന്താണ്? വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ് ബി കോംപ്ലക്സും വൈറ്റമിൻ സി. അതിൽ ബി കോംപ്ലക്സിൽ ആദ്യം വരുന്നത് B1 ആണ്, തയാമിൻ. B1 എന്താണ്? തയാമിൻ ആണ്. B2 എന്താണ്? റൈബോഫ്ലാവിൻ ആണ്. B3 എന്താണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ആണ്. B5 എന്താണ്? പാൻഡോതെനിക് ആസിഡ് ആണ്. B4 ഇല്ല, B5 എന്താണ്? പാൻഡോതെനിക് ആസിഡ്. B6 എന്താണ്? പിരിഡോക്സിൻ ആണ്. B7 എന്താണ്? ബയോട്ടിൻ ആണ്. B9 എന്താണ്? ഫോളിക് ആസിഡ് ആണ്. B12 എന്താണ്? സയാനോ കൊബാലമീൻ ആണ്. അടുത്തത് ബി കോംപ്ലക്സ് കഴിഞ്ഞാൽ എന്താണുള്ളത്? വൈറ്റമിൻ സി എന്തിലുണ്ട്? വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിലുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ സി എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ വൈറ്റമിൻസിനെ കുറിച്ചുമാണ്. കെമിക്കൽ നെയിംസ് നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. ഫാറ്റ് സൊല്യൂബിൾ ഏതാണെന്ന് പറഞ്ഞു, വാട്ടർ സൊല്യൂബിൾ ഏതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് ഓപ്ഷനിൽ തരുമ്പോൾ എന്താണ് ഇതിൽ ഏതാണ് ഫാറ്റ് സൊല്യൂബിൾ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഫാറ്റ് സൊല്യൂബിൾ അല്ലാത്തതെന്ന് ചോദിക്കും. ചില സമയത്ത് KEDA അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ രാസനാമങ്ങൾ ചോദിക്കാം. അപ്പോൾ എന്തായാലും രാസനാമങ്ങൾ അറിഞ്ഞു നോക്കണം. ഓക്കെ, നമുക്കിപ്പോ പഠിച്ചത് എന്താണ്? ഫാറ്റ് സൊല്യൂബിളും വാട്ടർ സൊല്യൂബിളും വൈറ്റമിൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി പറയാൻ പോകുന്നത് ഓരോ വൈറ്റമിൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഓക്കെ, ആദ്യം പറയുന്നത് ഫില്ലോക്വിനോണിനെ കുറിച്ചാണ്. എന്താണ് ഫില്ലോക്വിനോൺ? ഫില്ലോക്വിനോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ പ്രത്യേകത എന്താണ്? വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടതാണ്, അല്ലെങ്കിൽ കൊയാഗുലേഷന് വേണ്ടതാണ്. ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. ഓക്കെ, അതുകൊണ്ട് അറിയപ്പെടുന്ന പേരെന്താണ്? കൊയാഗുലേഷൻ വൈറ്റമിൻ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈറ്റമിൻ കെ ആണ്. പിന്നെന്താണ്? കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ജീവകമാണ്. കരളിന്റെ ആരോഗ്യം. കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫില്ലോക്വിനോൺ ആണ്, വൈറ്റമിൻ കെ ആണ്. പിന്നെന്താണ്? വൈറ്റമിൻ കെയുടെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, ചീര എന്നീ പച്ചക്കറികളിലാണ്. ക്യാബേജ്, കോളിഫ്ലവർ, ചീര എന്നീ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ഇത് വൈറ്റമിൻ കെ. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഇത് നിർമ്മിക്കപ്പെടുന്നുണ്ട്. എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്നുണ്ട്. ചെറുകുടലിൽ ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകം കൂടിയാണ് വൈറ്റമിൻ കെ. ഓക്കെ, വേറൊരു പോയിന്റ് കൂടിയുണ്ട്, പ്രധാനപ്പെട്ടതാണ്. തണുപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ്. എന്താണ്? തണുപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകം. തണുപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകം. തണുപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകം. തണുപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ്. ഓക്കെ, വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ ആണെന്ന് പറഞ്ഞു. കൊയാഗുലേഷൻ വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു. കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ക്യാബേജിലും കോളിഫ്ലവറിലും ചീരയിലുമാണെന്നും പറഞ്ഞു. ഓക്കെ, ചെറുകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കൂടിയാണ് വൈറ്റമിൻ കെ. വേറെന്താണ്? തണുപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ അഭാവം മൂലം അല്ലെങ്കിൽ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. എന്താണ് ഹീമോഫീലിയ? ഹീമോഫീലിയ നമുക്കറിയാം. ഹീമോഫീലിയ എന്താണ്? രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ അറിയപ്പെടുന്ന പേരാണ് രാജകീയ രോഗം. രാജകീയ രോഗം. രാജകീയ രോഗം എന്നറിയപ്പെടുന്നുണ്ട്. വേറൊരു പേര് കൂടിയുണ്ട്, ക്രിസ്മസ് രോഗം. രാജകീയ രോഗമെന്നും
ക്രിസ്മസ് രോഗമെന്നും അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ്. രക്തം കട്ടപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? വൈറ്റമിൻ കെ ഉള്ളത്. ഓക്കെ, ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. വൈറ്റമിൻ കെ ക്ലിയർ അല്ലേ? വൈറ്റമിൻ കെയെ സംബന്ധിച്ച് PSC ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കൊയാഗുലേഷൻ വൈറ്റമിൻ ആണ്, കരളിന്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ആണ്, ക്യാബേജ്, കോളിഫ്ലവർ, ചീര എന്നിവയിൽ കൂടുതൽ അടങ്ങിയ ജീവകമാണ്, ചെറുകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ്, തണുപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ്. ഹീമോഫീലിയയാണ് അപര്യാപ്തത രോഗം. ഹീമോഫീലിയ അറിയപ്പെടുന്ന പേരാണ് രാജകീയ രോഗം. പേരെന്താണ്? രാജകീയ രോഗം. പിന്നെന്താണ്? ക്രിസ്മസ് രോഗം. ഓക്കെ, ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. ഓക്കെ അല്ലേ? അപ്പോൾ വൈറ്റമിൻ കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ് നമ്മൾ പറയുന്നത്? വൈറ്റമിൻ ഇയെ കുറിച്ചാണ്. ഓക്കെ, വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ അല്ലെങ്കിൽ എന്താണ്? ടോക്കോഫെറോൾ. രാസനാമം എന്താണ്? ടോക്കോഫെറോൾ. ഈ രാസനാമം ഓർത്തിരിക്കണം, ടോക്കോഫെറോൾ. ഓക്കെ, വൈറ്റമിൻ ഇ എന്ന് തന്നെ ചോദിക്കണമെന്നില്ല, എന്ന് ചോദിക്കാം. ടോക്കോഫെറോളിനെ കുറിച്ച് ചോദിക്കാം. ടോക്കോഫെറോൾ ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ബ്യൂട്ടി വൈറ്റമിൻ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും വൈറ്റമിൻ ഇ? നമ്മൾ പറഞ്ഞു വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതേപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ പ്രത്യുൽപാദനമാണ്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ആണ്. പ്രത്യുൽപാദനത്തെ സഹായിക്കുന്നുണ്ട്. പ്രത്യുൽപാദനത്തിന് വേണ്ട ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ടോക്കോഫെറോൾ ആണ്. അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ട ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ടോക്കോഫെറോൾ ആണ്. ഓക്കെ, അടുത്തത് വൈറ്റമിൻ ഇയുടെ ഒരു പ്രത്യേകത ഹോർമോണായി കൂടി പ്രവർത്തിക്കുന്ന ജീവകമാണ്, അല്ലെങ്കിൽ ഹോർമോണായി കൂടി കണക്കാക്കാറുണ്ട്. ഹോർമോണായി പ്രവർത്തിക്കുന്നു, ഹോർമോണായി കണക്കാക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? ആന്റി ഓക്സിഡന്റ് ആണ്, നിരോക്സീകാരിയാണ്. പിന്നെന്താണ്? ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത ഇതാണ്, ഹൃദയത്തിന്റെ സംരക്ഷകനാണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നുണ്ട്. ഹൃദയത്തിന്റെ സംരക്ഷകനാണ് ആര്? വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ. ഹൃദയത്തിന്റെ സംരക്ഷകനാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞു ബ്യൂട്ടി വൈറ്റമിൻ ആണ്. അപ്പോൾ എന്തിന്റെയും കൂടി സംരക്ഷണമുണ്ട്? ത്വക്കിന്റെ സംരക്ഷണവും ആരുടെ ചുമതലയാണ്? വൈറ്റമിൻ ഇയുടെ ചുമതലയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബ്യൂട്ടി വൈറ്റമിൻ ആണ്. അതിന് കൂടെ തന്നെ ഓർക്കണം ത്വക്കിന്റെ സംരക്ഷണം. പിന്നെന്താണ്? പ്രത്യുൽപാദനത്തെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ലൈംഗികാവയവങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. പിന്നെന്താണ്? ഹോർമോണായി കൂടി കണക്കാക്കാറുണ്ട്. വേറെന്താണ്? ആന്റി ഓക്സിഡന്റ് ആണ്. വേറെന്താണ്? ഹൃദയത്തിന്റെ സംരക്ഷകനാണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ കാണപ്പെടുന്നത് എഗ് യോക്കിലാണ്, അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയിലാണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി അടങ്ങിയ ജീവകമാണ് വൈറ്റമിൻ ഇ. ഓക്കെ, വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതായിരിക്കും, അല്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? വന്ധ്യതയായിരിക്കും. റീപ്രൊഡക്ഷനെ ബാധിക്കും. വന്ധ്യത, അല്ലെങ്കിൽ എന്താണ് പറയാ? സ്റ്റെറിലിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ത്വക്കിന്റെ സംരക്ഷകനാണ്. പിന്നെന്താണ്? പ്രത്യുൽപാദനമാണ് മെയിൻ ജോലി. പിന്നെന്താണ്? ഹോർമോണായി കൂടി പരിഗണിക്കാറുണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെന്താണ്? ഹൃദയത്തിന്റെ സംരക്ഷകനാണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകമാണ്. വന്ധ്യതയാണ് അപര്യാപ്തത രോഗം, അല്ലെങ്കിൽ ഒരു അവസ്ഥ. എന്താണ്? സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത. ഓക്കെ, വൈറ്റമിൻ ഇ കഴിഞ്ഞു. ഇനി എന്താണുള്ളത്? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, വൈറ്റമിൻ ഡി ആണ്. അടുത്തെന്താണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി എന്താണ്? വൈറ്റമിൻ ഡിയുടെ രാസനാമം? വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. കാൽസിഫെറോൾ. നമുക്കറിയാം വൈറ്റമിൻ ഡിയെ കുറിച്ച്. വൈറ്റമിൻ ഡി എന്താണ്? സൺഷൈൻ വൈറ്റമിൻ ആണ്. എന്താണ്? സൺഷൈൻ വൈറ്റമിൻ. സൺഷൈൻ വൈറ്റമിൻ അസൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ്. കൂടാതെ എന്താണ്? സ്റ്റിറോയിഡ് വൈറ്റമിൻ ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ ആണ്. രണ്ട് പേരിലാണ് വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത്. ഒന്ന് സൺഷൈൻ വൈറ്റമിൻ, രണ്ട് സ്റ്റിറോയിഡ് വൈറ്റമിൻ. ഓക്കെ, അടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഡി? വൈറ്റമിൻ ഡി കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്.
എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വൈറ്റമിൻ ഡി ഇത് ആഗിരണം ചെയ്യുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വേണ്ട ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വേണ്ടത് ആരാണ്? വൈറ്റമിൻ ഡി ആണ്. എങ്ങനെയാണ് എല്ലുകൾക്കും പല്ലുകൾക്കും ആരോഗ്യം കൊടുക്കുക എന്ന് ചോദിച്ചാൽ കാൽഷ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യും. ഓക്കെ, ഇനി പറയാനുള്ളത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ, അല്ലെങ്കിൽ എന്താണ് റിക്കറ്റ്സ് എന്ന് പറയും. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. ആർക്കാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ ഉണ്ടാവുന്നത്? കുട്ടികൾക്കാണ്. കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാവുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറയുന്ന അവസ്ഥ എന്താണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. ഓക്കെ, കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാവുന്ന രോഗം. ഓക്കെ, എന്താണ്? കുട്ടികളുടെ അസ്ഥികൾ വളയുന്ന രോഗമാണ് കണ. മുതിർന്നവരിലാണെങ്കിൽ എന്താണ്? ഓസ്റ്റിയോമലേഷ്യ ആണ്. എന്താണ്? ഓസ്റ്റിയോമലേഷ്യ ആണ്. ഇതാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ എന്നാണ്. സൺഷൈൻ വൈറ്റമിൻ എന്നും സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്ന ആരാണ്? വൈറ്റമിൻ ഡി ആണ്. കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് വേണ്ട ജീവകമാണ് വൈറ്റമിൻ ഡി. എന്തിനു വേണ്ടിയിട്ടാണ് ആഗിരണം ചെയ്യുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. രണ്ട് അപര്യാപ്തത രോഗങ്ങളുണ്ട്. കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. കുട്ടികളുടെ അസ്ഥികൾ വളയുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഓസ്റ്റിയോമലേഷ്യ എന്താണ്? ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. ഓക്കെ, അടുത്ത ജീവകമാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ എന്താണ് രാസനാമം? വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. ഓക്കെ, റെറ്റിനോൾ എന്താണ്? റെറ്റിനോളിന്റെ പ്രത്യേകത? പീസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? കാഴ്ചയെ സഹായിക്കുന്ന ജീവകം കാഴ്ച. പിന്നെന്താണ്? കണ്ണിന്റെ ആരോഗ്യം. കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിന്റെ ആരോഗ്യം. പിന്നെന്താണ്? കണ്ണിന്റെ ആരോഗ്യം കഴിഞ്ഞാൽ എന്താണ്? വൈറ്റമിൻ എയുടെ പ്രത്യേകത. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. കരളിന്റെ ആരോഗ്യത്തിന് വേണ്ടത് എന്താണ്? വൈറ്റമിൻ കെ ആണ്. പക്ഷെ കരളിൽ ഏറ്റവും കൂടുതൽ സംഭരിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ എ. ഓക്കെ, വൈറ്റമിൻ എ. ഓക്കെ, പ്രോ വൈറ്റമിൻ എ ഈസിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രോ വൈറ്റമിൻ എ എന്താണ്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രോ വൈറ്റമിൻ എ ആണ് ബീറ്റ കാരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്താണ്? ബീറ്റ കാരോട്ടിൻ ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? സമൃദ്ധമായി ലഭിക്കുന്നത്. വൈറ്റമിൻ എ സമൃദ്ധമായി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒന്ന് തേനാണ്. പിന്നെന്താണ്? പാൽ, മുട്ടയുണ്ട്. പിന്നെന്താണ്? ഇലക്കറികളാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാരറ്റ്. ഓക്കെ, വൈറ്റമിൻ എ സമൃദ്ധമായി ലഭിക്കുന്നത് തേൻ, പാൽ, മുട്ട, ഇലക്കറികൾ, ക്യാരറ്റ് എന്നിവയിൽ നിന്നാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഒന്നുണ്ട്. എന്താണ്? നിശാന്തതയാണ്. നമുക്കറിയാം, നൈറ്റ് ബ്ലൈൻഡ്നസ്. വേറെ രോഗമുണ്ട്, സിറോഫ്താൽമിയ. നിശാന്തത, സിറോഫ്താൽമിയ എന്തിന്റെ അഭാവം മൂലമാണ്? വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. അതുപോലെ തന്നെ ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ സാധാരണ രോഗപ്രതിരോധ കുത്തിവയ്പ് നടത്താറുണ്ട്. ആ സമയത്ത് നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. എന്താണ്? രോഗപ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്ത് രോഗപ്രതിരോധ കുത്തിവയ്പ് അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ, ആ കുത്തിവയ്പ്പിന് ശേഷം നൽകുന്ന വൈറ്റമിന്റെ പേര് എന്താണ്? വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ ആണ്. ഓക്കെ, എന്താണ് വൈറ്റമിൻ എയുടെ പ്രത്യേകത? വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്. രാസനാമം കാഴ്ച ശക്തിക്ക് വേണ്ട ജീവകമാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ജീവകമാണ്. പിന്നെന്താണ്? കരളിൽ ഏറ്റവും കൂടുതൽ സംഭരിക്കുന്ന ജീവകമാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കാരോട്ടിൻ ആണ്. ക്യാരറ്റ് ആ കളർ നൽകുന്നത്. ഓക്കെ, തേൻ, പാൽ, മുട്ട, ഇലക്കറികൾ, ക്യാരറ്റ് എന്നിവയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സമൃദ്ധമായിട്ടുള്ള ജീവകമാണ് വൈറ്റമിൻ എ.
നിശാന്തത, സുരോഫ്താൽമിയ എന്നിവയാണ് അപര്യാപ്തത രോഗങ്ങൾ. ക്ലിയർ അല്ലേ? അടുത്ത വൈറ്റമിനാണ് ബി കോംപ്ലക്സ് ജീവകങ്ങൾ. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബി കോംപ്ലക്സ്. ഈ പറയാൻ പോകുന്നത് വാട്ടർ കോംപ്ലക്സ് ആണ്, സോറി വാട്ടർ സൊല്യൂബിൾ ആണ്. അതിൽ ബി കോംപ്ലക്സ് ആണ്. ബി1 തയാമിൻ. ബി1 എന്താണ്? തയാമിനാണ് ബി1. ഓക്കെ, ബി1 തയാമിനാണ്. തയാമിന്റെ പ്രത്യേകത എന്താണ്? തവിടിൽ അടങ്ങിയ ജീവകമാണ്. ഈ ബി കോംപ്ലക്സ് ജീവകങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റിനെ എനർജി ആക്കി മാറ്റും. കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കി മാറ്റുന്ന ജീവകങ്ങളാണ് ബി കോംപ്ലക്സ് ജീവകങ്ങൾ. സാധാരണയായി ബി കോംപ്ലക്സ് ജീവകങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത് ബ്രെയിനിലാണ്. ഓക്കെ, ഇത് 2 പോയിന്റ് ഓർത്ത് നോക്കണം. ഒന്ന്, ബ്രെയിനിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിനെ എനർജി ആക്കി മാറ്റും. എന്താണ്? കാർബോഹൈഡ്രേറ്റിനെ എനർജി ആക്കി മാറ്റുന്ന ജീവകങ്ങളാണ് ബി കോംപ്ലക്സ്. അതിൽ പ്രധാനപ്പെട്ട ജീവകമാണ് ബി1 തയാമിൻ. തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ജീവകമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈ ബി1 തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി. PC പ്രധാനമായും ചോദ്യമുണ്ട്. ബി1ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി. ഈ ബെറി ബാധിക്കുന്നത് ഏത് വ്യവസ്ഥയാണ്? ഓക്കെ, ബെറി ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ഏത് വ്യവസ്ഥയാണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബെറി. അപ്പോൾ ക്ലിയർ അല്ലേ? ബി1 തയാമിനാണ്, തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ്. ബെറിയാണ് അപര്യാപ്തത രോഗം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ബെറി. ബി1 ക്ലിയർ ആണല്ലോ. അടുത്തത് ബി2 ആണ്. ബി2 എന്താണ്? റൈബോഫ്ലാവിൻ. ഓക്കെ, റൈബോഫ്ലാവിന്റെ പ്രത്യേകത എന്താണ്? റൈബോഫ്ലാവിൻ അറിയപ്പെടുന്ന 2 പേരുകൾ കൂടിയുണ്ട്. ലാക്ടോഫ്ലാവിൻ എന്നത് ഇതിന്റെ വേറൊരു പേരാണ്. അടുത്തത് വൈറ്റമിൻ ജി. പണ്ട് കാലങ്ങളിൽ ഇത് അറിയപ്പെടുന്നത് വൈറ്റമിൻ ജി എന്നായിരുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ 2 പേരുകൾ. അപ്പോൾ ഏകദേശം ധാരണയൊക്കെ ഉണ്ടാവും. ലാക്ടോഫ്ലാവിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? പാലിന് പാലിന്റെ നിറം എന്താണ്? നേരിയ മഞ്ഞ നിറമില്ലേ? പാലിന്റെ നേരിയ മഞ്ഞ നിറം. അതിന് കാരണം ആരാണ്? പാലിന്റെ നേരിയ മഞ്ഞ നിറം കൊടുക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? റൈബോഫ്ലാവിന്റെ പ്രസൻസ് ആണ്. റൈബോഫ്ലാവിനാണ് പാലിന്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണം. പാലിലെ ഷുഗർ ആണ് ലാക്ടോസ്, പാലിലെ പ്രോട്ടീൻ ആണ് കേസിൻ. അതുപോലെ പാലിന്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണം എന്താണ്? റൈബോഫ്ലാവിനാണ്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട് റൈബോഫ്ലാവിന്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവകമാണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്തായാലും നശിച്ചു പോകും. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവകമാണ് വൈറ്റമിൻ ബി2, റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. നശിച്ചു പോകുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? റൈബോഫ്ലാവിൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? വൈറ്റമിൻ ബി2 റൈബോഫ്ലാവിന്റെ അഭാവം അല്ലെങ്കിൽ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എറൈബോഫ്ലാവിനോസിസ് ആണ്. എന്താണ്? എറൈബോഫ്ലാവിനോസിസ് ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ 2 പറഞ്ഞു. ബി കോംപ്ലക്സിൽ തയാമിൻ പറഞ്ഞു, റൈബോഫ്ലാവിൻ പറഞ്ഞു. സാധാരണ ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. തയാമിൻ തവിടിൽ അടങ്ങിയിരിക്കുന്നു. ബെറിയാണ് അപര്യാപ്തത രോഗം, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. അതുപോലെ തന്നെ റൈബോഫ്ലാവിന്റെ പ്രത്യേകത എന്താണ്? ലാക്ടോഫ്ലാവിൻ എന്ന് വേറൊരു പേരുണ്ട്. വൈറ്റമിൻ ജി എന്ന് പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. അതുപോലെ പാലിന്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന ജീവകമാണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവകമാണ്. നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, എറൈബോഫ്ലാവിനോസിസ് ആണ് അപര്യാപ്തത രോഗം. ക്ലിയർ അല്ലേ? അടുത്തത് വൈറ്റമിൻ ബി3. എന്താണ് പേര്? നിയാസിൻ എന്നാണ് പേര്. അല്ലെങ്കിൽ വിളിക്കും നിക്കോട്ടിനിക് ആസിഡ്. നിയാസിൻ അല്ലെങ്കിൽ എന്താണ്? നിക്കോട്ടിനിക് ആസിഡ്. ഓക്കെ, ഇതിന് ഒന്നും പഠിക്കാനില്ല. നമ്മൾ പഠിക്കേണ്ടതാണ് ബി3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്രാം. എന്താണ് രോഗം? പെല്ലഗ്രാം.
പെല്ലഗ്ര. പെല്ലഗ്ര ബാധിക്കുന്നത് എവിടെയാണ് നമ്മൾ പഠിക്കണം. ത്വക്കിനെയാണ് ബാധിക്കുന്നത്. പെല്ലഗ്ര ബാധിക്കുന്നത് എവിടെയാണ്? ത്വക്കിനെയാണ്. എന്തിനാണ് ബാധിക്കുക എന്ന് ചോദിച്ചാൽ ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് പെല്ലഗ്ര. എന്തിന്റെ അഭാവം മൂലമാണ് അല്ലെങ്കിൽ എന്തിന്റെ അപര്യാപ്തത മൂലമാണ് എന്ന് ചോദിച്ചാൽ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡിന്റെ അപര്യാപ്തത മൂലമാണ്. ക്ലിയർ അല്ലേ? B3 വരെ ക്ലിയർ അല്ലേ? അടുത്തത് B5ഉം B6ഉം ആണ്. അത് നമ്മൾ പഠിക്കേണ്ട, കൂടുതലായി B6 ചോദിക്കാറില്ല. B5ന്റെ രാസനാമമാണ് പാന്തോതെനിക് ആസിഡ്, അതുപോലെ B6ന്റെ രാസനാമമാണ് പിരിഡോക്സിൻ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ജീവകം B7 ആണ് നമ്മൾ പഠിക്കേണ്ടത്. B7 എന്താണ്? B7 ബയോട്ടിൻ ആണ്. ബയോട്ടിൻ. B7 എന്താണ്? ബയോട്ടിൻ ആണ്. ബയോട്ടിൻ പണ്ട് കാലങ്ങളിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും വിളിക്കുന്ന വേറൊരു പേരുണ്ട്. എന്താണ് പറയുന്നത്? വൈറ്റമിൻ എച്ച് എന്നാണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് PS ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ബയോട്ടിൻ ആണ്. ബയോട്ടിന്റെ പ്രത്യേകത എന്താണ്? ബയോട്ടിൻ എലൈസ ടെസ്റ്റ്, എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റ് ആണ് എലൈസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് അല്ലെങ്കിൽ കെമിക്കൽ ആണിത് ബയോട്ടിൻ. ഓക്കെ, എന്താണ് എലൈസയുടെ പൂർണ്ണ രൂപം? എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ. എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ. എന്താണ് പേര്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ. ഇതാണ് എലൈസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ജീവകം കൂടിയാണിത്. എന്ത്? ബയോട്ടിൻ. ഓക്കെ, ബയോട്ടിനെ കുറിച്ച് അത്രയും പഠിക്കേണ്ട കാര്യമുള്ളൂ. അടുത്തത് B9 ആണ്. ഓക്കെ, B9 ആണ്. B9നെ കുറിച്ച് പറയാം. B9 ഫോളിക് ആസിഡ് ആണ്. നമുക്കറിയാം ഫോളിക് ആസിഡിനെ കുറിച്ച്. B9 എന്താണ്? ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡ് നമുക്ക് എന്തറിയാം? ഫോളിക് ആസിഡിനെ കുറിച്ച്. ഫോളിക് ആസിഡ് എന്താണെന്ന് അറിയാം. ഗർഭിണികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ജീവകമാണെന്നറിയാം. ഗർഭിണികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫോളിക് ആസിഡ് ആണ്. ഓക്കെ, ഭ്രൂണാവസ്ഥയിൽ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിൽ മസ്തിഷ്ക വളർച്ച അല്ലെങ്കിൽ ബുദ്ധിവികാസം എന്നിവയ്ക്കൊക്കെ എന്താവശ്യമാണ്? ഫോളിക് ആസിഡ് ആവശ്യമാണ്. പിന്നെന്താണ്? DNA, RBC എന്നിവയുടെ നിർമ്മാണത്തിന് എന്താവശ്യമാണ്? ഫോളിക് ആസിഡ് ആവശ്യമാണ്. ഓക്കെ, ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട 2 പോയിന്റേ ഉള്ളൂ. ഗർഭിണികൾക്ക് ഏറ്റവും ആവശ്യമായ ജീവകം. രണ്ടാമത് അതിന്റെ അപര്യാപ്തത രോഗമാണ്. അതിന്റെ അപര്യാപ്തത രോഗത്തിന്റെ പേരാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വെറും അനീമിയ എന്ന് പറയാൻ പാടില്ല. എന്താണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഫോളിക് ആസിഡുമായി ബന്ധപ്പെട്ട രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഗർഭിണികൾക്ക് ഏറ്റവും ആവശ്യമായ ജീവകമാണ്. DNA, RBC എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകമാണ്. എന്തുകൊണ്ടാണ് ഗർഭിണികൾക്ക് ആവശ്യമാണെന്ന് പറയുന്നത്? ആ ഭ്രൂണാവസ്ഥയിൽ എന്താണ്? ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ എന്താണ്? കുട്ടികളുടെ മസ്തിഷ്ക വളർച്ച, ബുദ്ധിവികാസം എന്നിവയെ സഹായിക്കുന്ന ജീവകമാണ് ഫോളിക് ആസിഡ്. ഓക്കെ, ഇതാണ് ഫോളിക് ആസിഡ്. ഇത്രയും പഠിച്ചാൽ മതി. ഫോളിക് ആസിഡ് B9 ഫോളിക് ആസിഡ് ആണ്. ഗർഭിണികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ജീവകമാണ്. DNA, RBC എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ് അപര്യാപ്തത രോഗം. ഏറ്റവും അവസാനത്തെ ബി കോംപ്ലക്സിലെ ഏറ്റവും അവസാനത്തെ ജീവകമാണ് ഈ പറയാൻ പോകുന്നത്. B12 ആണ്. എന്താണ്? സയാനോകൊബാലമീൻ. ഓക്കെ, സയാനോകൊബാലമീന്റെ പ്രത്യേകത എന്താണ്? ഈ പേര് തന്നെയുണ്ട്. ഒന്ന് സയനൈഡ് ഉണ്ട്, പിന്നെന്താണ്? കൊബാൾട്ട് ഉണ്ട്. സയനൈഡ് അടങ്ങിയ ജീവകമാണ്. കൊബാൾട്ട് അടങ്ങിയ ജീവകമാണ്. കൊബാൾട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഇരുമ്പിന്റെ ആഗിരണത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ്. സൂര്യപ്രകാശത്തിൽ നിന്നാണെങ്കിൽ എന്താണ്? വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്നതാണെങ്കിൽ എന്താണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? വൈറ്റമിൻ B2 ആണ്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? സയാനോകൊബാലമീൻ ആണ്. ഈ സയാനോകൊബാലമീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. എന്താണ്? പെർനീഷ്യസ് അനീമിയ. സാധാരണയായി ചോദിക്കാറുള്ളത് ഈ 2 രോഗങ്ങളാണ്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയയും അതുപോലെ പെർനീഷ്യസ് അനീമിയയും. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്തിന്റെ അഭാവം മൂലമാണ് അല്ലെങ്കിൽ എന്തിന്റെ അപര്യാപ്തത മൂലമാണ്? ഫോളിക് ആസിഡിന്റേതാണ്. ഫോളിക് ആസിഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എങ്കിൽ സയാനോകൊബാലമീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം
പെർനീഷ്യസ് അനീമിയ. രണ്ടും മാറിപ്പോകാൻ പാടില്ല. ഒന്ന് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ്, ഒന്ന് പെർനീഷ്യസ് അനീമിയ ആണ്. ഓക്കെ, നമ്മൾ ബി കോംപ്ലക്സ് ജീവകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ പഠിക്കുന്നത്? വൈറ്റമിൻ സിയെ കുറിച്ചാണ്. വൈറ്റമിൻ സി, വാട്ടർ സൊല്യൂബിളിൽ വൈറ്റമിൻ സി ഏറ്റവും പ്രധാനപ്പെട്ട ജീവകമാണ്. അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈറ്റമിൻ സി. വൈറ്റമിൻ സി, വൈറ്റമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. എന്താണ്? അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്നാണ് രാസനാമം. ഓക്കെ, രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. എന്താണ് അസ്കോർബിക് ആസിഡിന്റെ പ്രത്യേകത? മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ്. എന്താണ്? മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. കൃത്രിമ ജീവകമാണ്, ആദ്യ ജീവകമാണ്. പിന്നെന്താണ് പ്രത്യേകത? വൈറ്റമിൻ സി കാണപ്പെടുന്നത് എന്തിലാണ്? സിട്രസ് ഫ്രൂട്ട്സിലാണ്. സിട്രസ്, പുളിരസമുള്ള ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അതിൽ തന്നെ നെല്ലിക്കയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത്. നെല്ലിക്കയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത്. പിന്നെന്താണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. എന്താണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. എന്താണ് പ്രത്യേകത? പാകം ചെയ്താൽ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ആണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടും, അതായത് ചൂടാക്കിയാൽ നഷ്ടപ്പെടും. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ്. ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? മൂത്രത്തിലൂടെയാണ് നഷ്ടപ്പെടുന്നത്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ്. പിന്നെന്താണ് പ്രത്യേകത? മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് പ്രത്യേകത? രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം. രോഗപ്രതിരോധ ശേഷി. രോഗപ്രതിരോധ ശേഷി. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ്. ഓക്കെ, രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ എന്തുവരും? നമുക്ക് യുവത്വം നിലനിർത്താൻ പറ്റും. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ്. അതുപോലെ തന്നെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകമാണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ? ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്ന് പറയാറുണ്ട്. എന്താണ്? ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്ന് പറയാറുണ്ട്. ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, വൈറ്റമിൻ സിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ്. എന്താണ്? സിട്രസ് ഫ്രൂട്ട്സിൽ, അതായത് നെല്ലിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പുളിരസമുള്ള ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതിൽ തന്നെ നെല്ലിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നെല്ലിക്ക എന്താണ്? അംല അല്ലെങ്കിൽ ഗൂസ്ബെറി ആണ്. ഓക്കെ, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഫ്രഷ് ഫുഡിൽ മാത്രമാണ് കാണപ്പെടുക. എന്താണ്? പാകം ചെയ്താൽ അല്ലെങ്കിൽ ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ആണ്. മൂത്രത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോകുന്നത്. പാകം ചെയ്താൽ നഷ്ടപ്പെട്ടു പോകും. പിന്നെന്താണ്? മൂത്രത്തിലൂടെയും നഷ്ടപ്പെട്ടു പോകും. പിന്നെന്താണ്? രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ആവശ്യമായ ജീവകമാണ്. രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ എന്താണ്? യുവത്വം ഉണ്ടാവും. യുവത്വം നിലനിർത്താൻ പറ്റും. യുവത്വം നിലനിർത്താൻ ആവശ്യമായ ജീവകമാണ്. പിന്നെന്താണ്? മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകമാണ്. അതുപോലെ തന്നെ ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, എന്താണ് അപര്യാപ്തത രോഗം? അപര്യാപ്തത രോഗമാണ് സ്കർവി. എന്താണ്? സ്കർവി. എവിടെയാണ് ബാധിക്കുന്നത്? മോണയെ ബാധിക്കുന്ന, ഗമ്മിനെ ബാധിക്കുന്ന രോഗമാണ്. മോണയെ ബാധിക്കുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് അല്ലെങ്കിൽ സെയിലേഴ്സ് പ്ലേഗ് എന്നറിയപ്പെടുന്നുണ്ട്. നാവികരുടെ പ്ലേഗ് ആണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്താണ്? സ്കർവി ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. അപ്പോൾ വൈറ്റമിൻ സി കംപ്ലീറ്റ് ആയി. എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. മനുഷ്യൻ ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച ജീവകമാണ്. സിട്രസ് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതിൽ തന്നെ നെല്ലിക്കയിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് പാകം ചെയ്താൽ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകും. മൂത്രത്തിലൂടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് കൂടുതലായിട്ടും. പാകം ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്? മൂത്രത്തിലൂടെയാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്. രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ആവശ്യമുള്ള ജീവകമാണ്. രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ എന്തുവരും? യുവത്വം വരും. ഓക്കെ, മുറിവുണങ്ങാൻ സഹായിക്കുന്നുണ്ട്. ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ് അപര്യാപ്തത രോഗം? ഏതാണെന്ന് ചോദിച്ചാൽ സ്കർവിയാണ്. സ്കർവി ബാധിക്കുന്നത് മോണയാണ്. ഓക്കെ, എന്താണ് സ്കർവി അറിയപ്പെടുന്ന പേര്? നാവികരുടെ പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻസ് ഇത്രയാണുള്ളത്. ഒരിക്കൽ കൂടി എല്ലാ വൈറ്റമിൻസും ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ,
വൈറ്റമിൻസ് എന്ന് പറഞ്ഞാല് എന്താണ്? പോഷക ഘടകങ്ങളാണ്, പോഷകങ്ങളാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. അതിന് പേര് നൽകിയത് കാസിമർ ഫങ്ക് ആണ്. പേര് നൽകിയ വർഷമാണ് 1912. കോ എൻസൈം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അതിനുശേഷം നമ്മൾ പറഞ്ഞു ഫാറ്റ് സോല്യൂബിൾ ഉണ്ട്, വാട്ടർ സോല്യൂബിൾ ഉണ്ട്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ് എന്താണ്? ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് കേടാം. ഓക്കെ, കേടാം, ഫാറ്റ് കേടാം. അതുപോലെ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ് ബി കോംപ്ലക്സും സിയും. ഓക്കെ, നമ്മൾ കെയെ കുറിച്ച് പറഞ്ഞു, ഫില്ലോക്വിനോൺ ആണ്. പിന്നെ എന്താണ് പറഞ്ഞത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. കൊയാഗുലേഷൻ വൈറ്റമിൻ ആണ്. കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ്. പിന്നെന്താണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കോളിഫ്ലവറിലാണ്. പിന്നെന്താണ്? ചീരയിലാണ്, ക്യാബേജിലാണ് എന്ന് പറഞ്ഞു. തണുപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകമാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞു. എന്താണ് അപര്യാപ്തത രോഗം? ഹീമോഫീലിയ ആണ്. ഏപ്രിൽ 17 ആണ് ഹീമോഫീലിയ ദിനം എന്ന് പറഞ്ഞു. ഈ എന്താണ്? ടോക്കോഫെറോൾ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ ആണ്. എന്താണ്? റീപ്രൊഡക്ഷന് വേണ്ട വൈറ്റമിൻ ആണ്. ഹൃദയത്തിന്റെയും ത്വക്കിന്റെയും സംരക്ഷകനാണ്. പിന്നെന്താണ് പറഞ്ഞത്? വൈറ്റമിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മുട്ടയുടെ മഞ്ഞയിലാണ് എന്ന് പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്? ഹോർമോണായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആന്റി ഓക്സിഡന്റ് ആണെന്ന് പറഞ്ഞു. അപര്യാപ്തത രോഗം അല്ലെങ്കിൽ അവസ്ഥയാണ് എന്തെന്ന് പറഞ്ഞു? വന്ധ്യത എന്ന് പറഞ്ഞു. ഡി എന്താണ്? കാൽസിഫെറോൾ ആണ്. കാൽസിഫെറോളിന്റെ പ്രത്യേകത എന്താണ്? സൺഷൈൻ വൈറ്റമിൻ ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വേണ്ട ജീവകമാണ്. കാൽഷ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണെന്ന് പറഞ്ഞു. കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കണയുണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോ മലേഷ്യ ആണെന്ന് പറഞ്ഞു. ഓക്കെ, എ എന്താണ്? വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ. റെറ്റിനോൾ എന്താണ്? റെറ്റിനോളിന്റെ പ്രത്യേകത? റെറ്റിനോളിന്റെ പ്രത്യേകത എന്താണ്? കണ്ണിന്റെ ആരോഗ്യം, കാഴ്ച. പിന്നെന്താണ്? പ്രോ വൈറ്റമിൻ എ ആണ്. ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ സംഭരിച്ചിരിക്കുന്നത് കരളിലാണെന്നും പറഞ്ഞു. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്? അപര്യാപ്തത രോഗങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയും. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിന്റെ കോർണിയയിലെ നമ്മൾ നേത്രദാനം നടത്തുന്ന സമയത്ത് മാറ്റിവെക്കുന്നത് കോർണിയാണ്. ഈ കോർണിയ ഡ്രൈ ആയി പോകുന്ന, വരണ്ടു പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഓക്കെ അല്ലേ? അപ്പൊ വൈറ്റമിൻ എന്താണ് പറഞ്ഞത്? ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അടുത്തത് പറഞ്ഞത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് പറഞ്ഞത് ബി കോംപ്ലക്സ് ജീവകങ്ങൾ സി. ഓക്കെ, ബി കോംപ്ലക്സ് ജീവകങ്ങളിൽ B1 എന്താണ്? തയാമിൻ ആണ്. തയാമിൻ. തയാമിൻ എന്താണ്? തവിടിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ബെറിബെറിയാണ് അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞു. ബെറിബെറി ബാധിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? നമ്മുടെ നാഡീ വ്യവസ്ഥയാണെന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ. അത് കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞു നമ്മള് റൈബോഫ്ലാവിനെ കുറിച്ചാണ് നമ്മൾ എഴുതിയതാണ് മുമ്പ്, അതുകൊണ്ടാണ് എഴുതാത്തത്. റൈബോഫ്ലാവിനെ കുറിച്ചാണ് പറഞ്ഞത്. റൈബോഫ്ലാവിന്റെ പ്രത്യേകത പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലാക്ടോഫ്ലാവിൻ, വൈറ്റമിൻ ജി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വേറെ എന്താണ് പ്രത്യേകത പറഞ്ഞത്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. പാലിന്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണമാണെന്ന് പറഞ്ഞു. റൈബോഫ്ലാവിനോസിസ് ആണ് അപര്യാപ്തത രോഗം എന്നും പറഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് B3 കുറിച്ചാണ്. B3യുടെ പേരെന്താണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നാണെന്ന് പറഞ്ഞു. അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞത് പെല്ലഗ്രയാണ്. പെല്ലഗ്ര ബാധിക്കുന്നത് ത്വക്കിനെയാണെന്ന് പറഞ്ഞു. B5 പാന്തോത്തനിക് ആസിഡ് ആണ്. B6 പിരിഡോക്സിൻ ആണ്. അടുത്തത് B7 ആണ്. ബയോട്ടിൻ ആണ്. ബയോട്ടിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? വൈറ്റമിൻ H എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണ് പറഞ്ഞത്? എലൈസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് പറഞ്ഞത് B9 കുറിച്ചാണ്. B9 ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡിന്റെ പ്രത്യേകത പറഞ്ഞു. ഗർഭിണികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ജീവകമാണെന്ന് പറഞ്ഞു. RBC, DNA എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വേറെന്താണ് പറഞ്ഞത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ് അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞു. ഓർത്തു വെക്കണം, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ഫോളിക് ആസിഡ്. അടുത്തത് നമ്മൾ പറഞ്ഞത് പെർനീഷ്യസ് അനീമിയയെ കുറിച്ചാണ് പറഞ്ഞത്. പെർനീഷ്യസ് അനീമിയ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ്? സയാനോകൊബാലമീൻ ആണ്. വൈറ്റമിൻ B12 സയാനോകൊബാലമീൻ. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറഞ്ഞു. സയനൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. കൊബാൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. കൊബാൾട്ട് എന്തിനാണെന്ന് പറഞ്ഞു. കൊബാൾട്ട് എന്തിനാണ്? ഇരുമ്പിന്റെ ആഗിരണത്തിന് വേണ്ടിയിട്ടാണ്. കൊബാൾട്ട് 60 എന്താണ്? ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ്? കൊബാൾട്ട് 60 എന്തിനാണ്? ക്യാൻസർ ട്രീറ്റ്മെന്റിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് അടുത്ത് കഴിഞ്ഞാൽ എന്താണ്? ഇത് കഴിഞ്ഞാൽ എന്താണ്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്താണ്? വൈറ്റമിൻ സി മനുഷ്യൻ കൃത്രിമമായി ആദ്യമായി നിർമ്മിച്ച ജീവകമാണ്. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. ആദ്യമായി നിർമ്മിച്ചത് വൈറ്റമിൻ സി ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? സിട്രസ് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതിൽ തന്നെ നെല്ലിക്കയിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ചൂടാക്കിയാൽ നഷ്ടപ്പെടും, മൂത്രത്തിലൂടെ നഷ്ടപ്പെടും, യുവത്വം നിലനിർത്താൻ സഹായിക്കും, രോഗപ്രതിരോധ ശേഷി നൽകും, മുറിവുണങ്ങാൻ സഹായിക്കും,
പിന്നെന്താണ് പറഞ്ഞത്? ഓക്കെ, പിന്നെ പറഞ്ഞത് സ്കർവി ആണ് അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞു. ആന്റി ക്യാൻസർ വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു. സ്കർവി അറിയപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞു? നാവികരുടെ പ്ലേഗ് ആണെന്ന് പറഞ്ഞു. ഇത്രയാണ് വൈറ്റമിൻസ് ഉള്ളത്. ഈ ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് വൈറ്റമിൻസ് ചോദിക്കുന്നത്. ഓക്കെ.